വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്ന് പുറത്ത് പോവാണ് ഞാൻ, കൺമണി, കുഞ്ഞാവ ചേട്ടായി, സോറി സനലേട്ടായി, പിന്നെ അമ്മ. ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയി. എങ്ങോട്ടേക്കാ പോണേന്നൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മൂന്നാർ വരെ പോയി കഴിയുമ്പോഴത്തേനും അനു ഉണ്ടാവും. അപ്പൊ അനുവിനെയും കൂട്ടിക്കൊണ്ട് തീരുമാനമാവും അപ്പത്തേനും എങ്ങോട്ടാ പോണ്ടേന്ന് വെക്കുള്ളത്. അപ്പൊ പിന്നെ മലയാളത്തിൽ പറ. അമ്മ നോക്കി ചെയ്തേ മലയാളം പഠിപ്പിക്കുന്നത്. കൺമണി മലയാളത്തില് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു 2 വാർത്ത മലയാളത്തില്. എല്ലാരും നല്ലായിരിക്കില്ല, മലയാളത്തില് എല്ലാരും സുഖമായിട്ടുണ്ടോ? എല്ലാരും കഴിച്ചോ? கேளு வேற தமிழ் தெரியாது, நீ தான் சொல்லி கொடு. நீ தமிழ்லயே கேளு. லைக் எல்லாரும் சாப்பிட்டீங்களா, எப்படி இருக்கீங்க, கிளைமேட் எல்லாம் எப்படி இருக்கு? இங்க ரொம்ப கிளைமேட்ஸ் நல்லா இருக்கு. அங்க உங்களுக்கு எல்லாம் தமிழ்ல மலையாளம் சொல்லி கொடுத்தாதே தெரியும். ஆனா நீ உனக்கு தெரிஞ்ச மலையாளத்துல சொல்லு. ഇവിടെ ക്ലൈമറ്റ് നന്നായിട്ടുണ്ട്. അവിടെ ക്ലൈമറ്റ് എവിടെ ഉണ്ട്? അവിടെ ക്ലൈമറ്റ് ദുബായിലുണ്ട്. ശകലകലാവല്ലഭൻ. ഇതിന്റെ ഫ്രണ്ട് കൺമണിയാണ്. അപ്പൊ കൺമണി നമ്മളോട് 2 വാക്ക് മലയാളത്തിൽ സംസാരിക്കും. ഹായ് ഗൈസ്, എല്ലാരും സുഖമായിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ നന്നായിട്ട് സുഖമായിരിക്കും. പിന്നെ ഇവിടെ ക്ലൈമറ്റ് കുറച്ച് ചൂടാണ്. ഉങ്ങളുടെ ക്ലൈമറ്റ് എങ്ങനുണ്ട്? ഉണ്ട്. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ തന്നെ ടീ കുടിച്ചിട്ട് വന്ന് ഇരിക്കാം. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഞാൻ അവിടെ പിക്കപ്പ് ചെയ്യാൻ പോവാ. എന്ത്? അനു പിക്കപ്പ് ചെയ്യാൻ പോവാ. ഞങ്ങൾ അനുവിനെ വിളിക്കാൻ പോവാ. പിന്നെ ഞങ്ങൾ ഒരു നല്ല വ്യൂ പോയിന്റിൽ പോയി ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇത്ര ദിവസം വന്ന് നിന്നിട്ട് വീടൊക്കെ ഇഷ്ടപ്പെട്ടു? എവിടെയൊക്കെ പോയി? നന്നായിട്ടുണ്ട്. ഞങ്ങൾ മാമലക്കാട് പോയി. മാമലക്കാടല്ല ഗൈസ്, മാമലക്കണ്ടം. ഓക്കെ പറ. അവിടെ ജീപ്പിൽ ഞങ്ങൾ ട്രെക്കിംഗ് എല്ലാം പോയി. നന്നായിട്ട് സ്ഥലമാണ്, നല്ല സ്ഥലം. നല്ല ഫുഡ് കഴിച്ചോ, കപ്പ, മീൻ, അച്ചാറ്, നാടൻ കോഴി, പിന്നെന്തോ കോഴിക്കട്ടെ. പിന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി കേരളത്തിലേക്ക് എപ്പോ വരും? അടിക്കടി വരും. എപ്പോഴും ദുബായിക്ക് പോരാ. യെസ് ഗൈസ്, ഞാനത് സർപ്രൈസ് പറയാനിരിക്കുകയായിരുന്നു ഗൈസ്. ഇനി എന്റെ കളികൾ ദുബായിലാണ്. 25-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കേരളത്തിലെ വ്യൂ അല്ല കാണാൻ പോകുന്നത്, നിങ്ങൾ എന്റെ കണ്ണിലൂടെ ദുബായ് കാണാൻ പോകുന്നു ഗൈസ്. ബുർജ് ഖലീഫ കാട്ടും. ബുർജ് ഖലീഫ കാട്ടും. നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാട്ടും. പിന്നെ ഡേറ്റ്സ് കാട്ടും, എല്ലാം കാട്ടും. പെട്രോൾ ബങ്ക്, നിങ്ങളെ കുഴി കുഴിച്ച് പെട്രോളിൽ എങ്ങനെ പെട്രോൾ ആവുന്നു കാണിക്കും. പിന്നെ എന്ത് ഫേമസ് ദുബായില്? ബുർജ് ഖലീഫ ഫേമസ്. ബുർജ് ഖലീഫ, ഡേറ്റ്സ്. ജോലി കിട്ടി ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ സ്കൈ ഡൈവിങ്ങിന് പോകുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങളെ കാണിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ കൂടുതൽ വിശേഷങ്ങൾ പിന്നെ പറയാം. ഗൈസ്, അനു വന്നു ഗൈസ്. ഇനി നമുക്ക് തുറന്നു കയറ്റാം. ഹലോ ഗൈസ്, നമ്മുടെ അനു വന്നിട്ടുണ്ട്. അനു ഹായ് പറ. അനു വന്നു മലയാളത്തിൽ പറ. നമ്മുടെ അനു വന്നു ഗൈസ്. ഇനി നമ്മുടെ അനു വന്നു. ഇനി നമ്മുടെ അനുവിനെയും കൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു വ്യൂ പോയിന്റേക്ക് പോവാ. നന്നായിട്ട് പോയി കളിക്കും പറ. ഞങ്ങൾ ഉങ്ങളെ കൊണ്ട് കളിക്കുമ്പോ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ് ഗൈസ്. അയ്യോ സോറി. ഇനി വേണ്ട. ഗൈസ്, വെട്ടി വിഴുങ്ങാണ് ഗൈസ്. അനു വേണോന്ന് വെച്ചു. കുഞ്ഞേട്ടായിക്ക് ചെവിയില്ല. ഗൈസ്, അപ്പൊ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണു പറഞ്ഞു പഠിപ്പിച്ചാണ് ഗൈസ്. കാന്തല്ലൂർ ഗൈസ്. കൺമണി പറ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ആപ്പിൾ ഫോം അല്ലേ, ഫാം. മലയാളത്തിൽ പറ. ആപ്പിൾ തോട്ടം.
ഗൈസ് അപ്പൊ നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ പോവാണ്. സ്ഥലത്തിന്റെ പേരെന്താ? കണ്ടലൂർ. ഭാഗ്യം. അപ്പൊ നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ പോവാണ് ഗൈസ്. ഞങ്ങൾ അങ്ങ് പോയി ആപ്പിൾ പറിക്കുന്നതിന് உங்களுக்கு இந்த വീഡിയോ കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വീണ്ടും തോപ്പൻസ് റിച്ചാർഡിൽ പോവാണ് ഗൈസ്. അവിടെ ആപ്പിൾ തോട്ടം കാണുന്ന ആരൊക്കെ പറഞ്ഞു? അതെ ഗൈസ്, ഞങ്ങൾ പോവാണ് ഗൈസ്. ഗൈസ് ഇതാണ് ഡ്രാഗൺ ട്രീ. ഇതില് ഡ്രാഗൺ ഉണ്ടാവും. ഇതാണ് ഗൈസ് ദേവദാരു. ഇത് 100 വർഷത്തിലൊരിക്കലാണ് പൂക്കോളൂ. അത് കാരണം ഇത് വെച്ച ആൾക്ക് ഇത് പൂവുണ്ടാവണ കാണാനുള്ള യോഗം ഉണ്ടാവില്ല ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ് ജിഞ്ചർ ടോർച്ച്. ഇതില് ഇത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ? എന്തോ ഫുഡിനൊക്കെ ഈ സാധനം. നമുക്ക് കൂടുതൽ വിശദാംശം കുഞ്ഞേട്ടായിട്ട് ചോദിക്കാം. ഇതല്ല വഴി അങ്ങോട്ടാ പോണേ. ഗൈസ് ഇതാണ് നീലക്കുറിഞ്ഞി. നീല കളറിൽ പൂത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് PLUM പ്ലം. ഗൈസ് ഇതാണ് ഗൈസ് കിവി. ഇവര് തൊടാൻ സമ്മതിക്കില്ല, പക്ഷെ എന്നാലും ഉണക്കിനി പഴം തൊങ്ങണോ? ഗൈസ് ഉള്ള പഴമൊക്കെ എങ്ങനെ കഴിക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന ടീംസാണ് ഇവിടെ. സപ്പോർട്ട യെല്ലോ സപ്പോർട്ടാ പറ ഗൈസ്. ഇവരെ ഇവിടെ കേറുന്നതിന് 20 രൂപയാണ് ഗൈസ് മേടിക്കുന്നത്. ആ 20 രൂപ ഒരാൾക്ക് പെർ ഹെഡ് 20 രൂപ. ആ 20 രൂപയ്ക്ക് ഇവരെന്താന്ന് വെച്ചാൽ ഇവർക്ക് താഴത്തേക്ക് വലിയ ഫാമൊക്കെ ഉണ്ട്. പക്ഷെ അവരതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോ സാമ്പിൾ കൊണ്ട് ഇവിടെ നട്ടുവെച്ചിട്ട് ഓരോന്നും നമ്മളെ പരിചയപ്പെടുത്തി. ഇത് ആപ്പിളിൻ്റെ ഒരു മരം, ഇത് മുന്തിരിയുടെ ഒരു മരം, അങ്ങനെ പരിചയപ്പെടുത്തും. നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പറ്റി തിന്നാം ഗൈസ്. പക്ഷെ ക്യാമറ ഉണ്ട് ഗൈസ്. ഗൈസ് ഫൈനലി വി ഫൗണ്ട് ആപ്പിൾ. ഇതാണ് ഗൈസ് ആപ്പിൾ മരം. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അത് ബൈ കൺമണി ആപ്പിളാണ്. പക്ഷെ നിങ്ങളെ കാണിച്ചു തരാൻ മാത്രമൊന്നും ഇല്ല ഗൈസ് അതിനകത്ത്. ചുമ്മാ ഇങ്ങനെ ചലവില എന്നാണ് കുറച്ചുണ്ടായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് നിങ്ങൾ എന്തെടുക്കാന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഇന്നലെ രാത്രി ഒരാൾ ഉറങ്ങിയിട്ടില്ല. ആപ്പിൾ ഫാം കാണാൻ പോവാണ്. ആപ്പിൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് തിന്നാന്നൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന ഒരാളാണ് കൺമണി. ഒന്നും നടന്നില്ല ഗൈസ്. ആപ്പിളൊക്കെ മൂടിയിട്ടേക്ക. വേറെ ഒന്നിൻ്റെ സീസണല്ല. എല്ലാ സാധനവും ഉണ്ട്. എല്ലാത്തിൻ്റെ ഓരോരോ പ്ലാന്റ് വെച്ചിട്ടേ ഉള്ളൂ. എടി ഇത് അവക്കാടോ? ഹലോ ഗൈസ്, ഒന്നുമില്ല ഗൈസ്, പഴമില്ല. ഇത്ര ദാരിദ്ര്യം പിടിച്ച ഫാം ഇതിന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. നിങ്ങൾ മറക്കണ്ട, തോപ്പൻസ് റിച്ചാർഡ് ഒന്നുമില്ല. അവർ യൂട്യൂബിൽ കാണിക്കണതൊന്നുമില്ല. അവര് പണ്ടുണ്ടല്ലോ, പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഈ കൃഷിദീപം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു വൈകുന്നേരം. അതിനകത്ത് ഇവരൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഇവർക്ക് അതുണ്ട് ഇതുണ്ട് മറ്റതുണ്ട് അതൊക്കെ വിശ്വസിച്ച് വന്നതാണ് ഗൈസ്. ഒന്നുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ ഗൈസ്. പിന്നെ സീസൺ അല്ലാതെ വന്നത് കാണാം. എന്നാലും സീസണൽ ഫ്രൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. ഒന്നുമില്ല ഗൈസ്. എനിക്ക് എന്താ സങ്കടം എന്ന് വെച്ചാ ആപ്പിൾ കാണാൻ വന്നാണ് ഗൈസ്. ആപ്പിൾ കിട്ടിയില്ല ഗൈസ്. പറ നീ சொல்லு. എന്നാച്ച് ഇവിടെ ഒന്നും ഇല്ലേ? ഒറ്റ പഴം കൂടെ ഇവിടെ കണ്ടിട്ടില്ല. ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്നിട്ട് തെറി പറയണം ഗൈസ്. ഇവിടെ ഒന്ന് നീലക്കുറിഞ്ഞ് മാത്രമാണ് ഗൈസ് കണ്ടിട്ടുള്ളൂ. ടൊമാറ്റോ ഉണ്ട് ഗൈസ് മരത്തിൽ. ഒമാറ്റോ ഗൈസ്, ഒമാറ്റോ. അത് ഒമാറ്റോ ഒന്നും അല്ല ഗൈസ്, മരത്തക്കാളിയാണ്. ഇത് റോസാപ്പൂ ഗൈസ്. എല്ലാവരും ഡിസപ്പോയിന്റഡ് ആണ് ഗൈസ്. ആ നടത്തം കണ്ടറിയത്തില്ലേ. ഭയങ്കര സങ്കടമാണ് എല്ലാവർക്കും. നിങ്ങൾ തോപ്പൻസ് റിച്ചാർഡ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അതും എല്ലാം പോയി. നമ്പ വേണ്ട. അത് അവളുടെ വിഷമാണ് ഗൈസ്. നിങ്ങൾ ഇതിനു മുന്നേ ഡ്രസ് ഉജാലമുക്കിയത് കണ്ടിട്ടുണ്ടാവും, പൂ ഉജാലമുക്കിയത് കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഐ വിൽ ഷോ യു. ഗൈസ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. കൺമണി പാഷൻ ഫ്രൂട്ട് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുവാണ് ഗൈസ്. അവിടെ മേ ബി പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ നമ്മൾ മേടിച്ചില്ല. നമ്മുടെ 200 രൂപ അവർ 100 രൂപ എടുത്തില്ല. അവരങ്ങനെ ഇരിക്കട്ടെ. ഞാൻ കുടുംബശ്രീകളാണ് ഗൈസ്. ഇനി വരും കുടുംബശ്രീക്കാർക്ക് എന്തോ ഒരു കുഴപ്പം ചോദിച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ലവരാണ്, ചേച്ചിമാരാണ് ഗൈസ്. നമ്മൾ വെളുത്തുള്ളി മേടിക്കാൻ പോയി. വെളുത്തുള്ളി കിട്ടി ഗൈസ്. നമ്മുടെ അവിടെ ഈ സാധനത്തിന് 500 രൂപ പെർ kg ആണ്. പക്ഷെ ഇവിടെ 350 രൂപ പെർ kg ആണ് ഗൈസ്.
പക്ഷെ ഇതിൽ വലുതുണ്ട് 450 രൂപ വരെ വരുന്നതുണ്ട് ഗൈസ്. പക്ഷെ ഞങ്ങൾ 350 രൂപ മേടിച്ചു, ബിക്കോസ് അത് കറക്റ്റ് സൈസാണ്. ഗൈസ് കരിമ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കരിമ്പ് തിളച്ച് കഴിയുമ്പോൾ അവരിങ്ങനെ ഊറ്റിത്തരും നമുക്ക്. കണ്ടോ ചേട്ടന്മാർ ഉരുട്ടുന്നുണ്ട്. നല്ല സ്മെല്ലാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും. നല്ല സ്മെല്ലാണ്. ഓമിക അവിടെ നല്ല സ്മെല്ലുണ്ട്. ഇനി എന്തൊക്കെയോ തിന്നാൻ തോന്നുന്നു. തരുന്നു, ഞാൻ തരാം. അപ്പൊ അതൊന്ന് നമുക്കിനി 3 എണ്ണോടെ വേണേ ചേച്ചി. നമുക്ക് 3 കിലോ കൂടെ വേണം. ശരി, ശർക്കരയ്ക്ക് 80 രൂപ. അപ്പൊ 4 കിലോ ശർക്കരയ്ക്ക് എത്ര രൂപ? അത് ആ ജ്യൂസിന്റെ ഇവിടെ തന്നെയാണോ തരണേ? ആ എത്ര ഏട്ടാ? അനു 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 അനു